Hello friends, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വിൻഡോസ് 11 എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള വീഡിയോ ആണ്. വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൈക്രോസോഫ്റ്റിന്റെ വിൻഡോസ് ഇൻസൈഡർ പ്രോഗ്രാമിൽ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് വിൻഡോസ് 11 അപ്ഡേറ്റ് കിട്ടുകയുള്ളൂ. കൂടാതെ നമ്മുടെ മദർ ബോർഡ്, നമ്മുടെ CPU, RAM, നമ്മുടെ ഇന്റേണൽ സ്റ്റോറേജ്, കൂടാതെ മദർ ബോർഡിലുള്ള TPM ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം മൊഡ്യൂൾ എന്ന് പറയും, അതെല്ലാം തന്നെ നമുക്ക് വിൻഡോസ് 11 അനുയോജ്യമാണെങ്കിൽ മാത്രമേ വിൻഡോസ് 11 അപ്ഡേഷൻ നമുക്ക് മൈക്രോസോഫ്റ്റ് തരത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് വിൻഡോസ് 11 അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് നിലവിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വിൻഡോസ് 11 നോർമലി വിൻഡോസ് 10 അപ്ഡേഷൻ വഴി തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക. മറ്റ് പല സൈറ്റുകളും തരുന്ന വിൻഡോസ് 11 ഓഫർ ചെയ്യുന്നതൊന്നും നമ്മൾ ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. കാരണം അതിലൊക്കെ വൈറസ് ഉണ്ടാവാം. നമ്മുടെ സിസ്റ്റം തന്നെ ഹാക്ക് ചെയ്യുന്ന രീതിയിലുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ അതിൽ ഓൾറെഡി പ്രീ ബിൽറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകാം. സോ മൈക്രോസോഫ്റ്റ് തരുന്ന അപ്ഡേഷൻ തന്നെ മാക്സിമം യൂസ് ചെയ്ത് ഉപയോഗിക്കുക. അപ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ അത് ഇൻസ്റ്റാൾ ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ വിൻഡോസ് 10 വിൻഡോസ് 11 അപ്ഡേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഈ വിൻഡോസ് 11 പറയുന്ന കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. പ്രോസസ്സർ 1 GHz മുകളിൽ സ്പീഡുള്ളതായിരിക്കണം, RAM 4 GB മുകളിലുള്ളതായിരിക്കണം, ഇന്റേണൽ സ്റ്റോറേജ് അതിൻ്റെ ഹാർഡ് ഡിസ്ക് കപ്പാസിറ്റി ഏകദേശം 64 GB അല്ലെങ്കിൽ 64 GB മുകളിലുള്ളതായിരിക്കണം. പിന്നെ നല്ലൊരു എതർനെറ്റ് കണക്ഷൻ, നല്ലൊരു ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കണം. അത് 7 GB 6 GB സൈസ് വരുന്നുണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ. പിന്നെ അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്നുള്ളത് TPM ആണ്, ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം മൊഡ്യൂൾ എന്ന് പറയും. ഇത് നമുക്ക് നോർമലി ഒരു ഡിവൈസ് ആണ്. ആ ഡിവൈസ് നമ്മുടെ സിസ്റ്റം നമ്മൾ കണക്ട് ചെയ്തിട്ട് നമുക്ക് അതിനെ കുറച്ചുകൂടെ സെക്യൂരിറ്റി ഹൈ ആക്കുന്ന രീതിയിലുള്ള ഒരു ഡിവൈസ് ആണത്. ആ ഒരു എല്ലാ മദർ ബോർഡിലും അത് കണ്ടുവന്ന് വരില്ല. TPM 2.0 ഉള്ള മദർ ബോർഡിൽ മാത്രമേ വിൻഡോസ് 11 നിലവിൽ ഇൻസ്റ്റാൾ ആവുകയുള്ളൂ എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. നമ്മുടെ ബയോസിൽ കയറിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തപ്പോഴാണ് നമുക്ക് വിൻഡോസ് 11 അപ്ഡേഷൻ എനിക്ക് കിട്ടിയത്. ഈ പറഞ്ഞ പോലെ തന്നെ TPM എനേബിൾ ചെയ്തു, പിന്നെ സെക്യൂർ ബൂട്ട് എനേബിൾ ചെയ്തു, CSM നമ്മൾ ഡിസേബിൾ ചെയ്തു, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. സോ വീഡിയോ കാണുക, ബാക്കി നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് വിൻഡോസ് അപ്ഡേറ്റിൻ്റെ പേജിലാണുള്ളത്. അപ്പോൾ ഇവിടെ നോർമലി വിൻഡോസ് ഇൻസൈഡർ പ്രോഗ്രാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വിൻഡോസ് ഇൻസൈഡർ പ്രോഗ്രാമിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ നമ്മൾ രജിസ്ട്രേഷൻ നടത്തേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട്, ഞാൻ ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് ഫീഡ്ബാക്ക് സെറ്റിംഗ്സ് ഇതുവരെ ഓൺ ചെയ്തിട്ടുള്ളത്. കാരണം നമ്മുടെ സിസ്റ്റം അത് അസസ് ചെയ്യും, നമ്മുടെ വിൻഡോസ്, നമ്മുടെ PC ഈ വിൻഡോസ് 11 പറ്റിയതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ ഈ ഒരു രീതിയിലാണ് ഞാൻ സെറ്റിംഗ്സ് എല്ലാം ചെയ്തെടുത്തത്. അപ്പോൾ ഇത് ബാക്ക് അടിക്കുന്നു. അപ്പോൾ നോക്കുക, അപ്പോൾ ഇവിടെ വന്നു, എൻ്റെ PC ഡസ് നോട്ട് മീറ്റ് ദ മിനിമം ഹാർഡ്വെയർ റിക്വയർമെൻറ്റ്സ് വിൻഡോസ് 11. അപ്പോൾ എനിക്ക് പറ്റില്ല എന്നാണ് എനിക്കിവിടെ എഴുതി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ യുവർ ചാനൽ ഓപ്ഷൻസ് വിൽ ബി ലിമിറ്റഡ്. അതായത് നമുക്ക് 3 ചാനലുണ്ട്, ബീറ്റ ചാനൽ, അതുപോലെ ദേവ് ചാനൽ, അതുപോലെ തന്നെ ഈ നോർമൽ റിലീസസ് വരുന്ന ചാനൽ. അപ്പോൾ ഇതൊക്കെയാണ് അവർക്ക് വേണ്ട മിനിമം കണ്ടീഷൻസ്. അപ്പോൾ ഇവിടെ ഞാൻ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുന്നു. അപ്പോൾ അറിയാം, നോർമലി നമ്മൾ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് നമ്മളിതിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ഞാൻ അക്കൗണ്ട് ലോഗിൻ ചെയ്തു, ഓൾറെഡി ലോഗിൻ ചെയ്തതാണ്. ഓക്കെ, ജോയിൻ രജിസ്റ്റർ ചെയ്യുന്നു, സൈനപ്പ് ചെയ്യുന്നു, ഐ ഹാവ് റീഡ് കൊടുക്കുന്നു. ഓക്കെ, വെയിറ്റ് ചെയ്യുക, യു ആർ റെഡി ടു ഗോ. ഓക്കെ, അപ്പോൾ എൻ്റെ അക്കൗണ്ട് ഇപ്പോൾ ലോഗിനായി, അതാണ് അത് ഗ്രീൻ വന്നത്. ഇവിടെ എനിക്ക് റിലീസ് പ്രീവ്യൂ ചാനൽ മാത്രമേ നിലവിൽ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. സോ ഞാനത് കൺഫേം ചെയ്യുന്നില്ല, നിലവിൽ ഞാനത് ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ കൂടാതെ ഡെവലപ്പർ മോഡ് ഞാനിവിടെ എനേബിൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ഏത് രീതിയിലുള്ള സെറ്റിങ്സ് ഇട്ടാലാണ് ഇത് വർക്കാവുമോ എന്നറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഡെവലപ്പർ മോഡ് എനേബിൾ ചെയ്തത്. പിന്നെ എൻ്റെ സ്റ്റോറേജ് അറിയാലോ, 64 GB എങ്കിലും വേണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് 8 GB ആകെ ഫ്രീ സ്പേസ് ഉള്ളൂ. സോ സ്റ്റോറേജ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പിന്നെ എൻ്റെ വിൻഡോസിൽ നിലവിലുള്ള വെർഷൻ 20H2 ആണ്, 21H2 ഒക്കെയാണ് അവർ പറയുന്നത്. ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് അപ്ഡേറ്റ്സ് വന്നു, നോർമലി ഉള്ള ക്യുമുലേറ്റീവ് അപ്ഡേറ്റ്സും പിന്നെ എന്തൊക്കെയോ 2 അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഡൗൺലോഡ് ആവാൻ വേണ്ടി, ഇൻസ്റ്റാൾ ആവാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു. അതൊക്കെ കുറേ സമയം എടുത്തോട്ടെ ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. നോർമലി നല്ലൊരു സ്പീഡുള്ള നെറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇവിടെ സമയം കണ്ടല്ലോ, 12:38 രാത്രി 12:38 ഞാനിത് ചെയ്ത് നോക്കുന്നത്. പിന്നീട് വിൻഡോസ് 11 വേണ്ടി അവർ പറയുന്ന മറ്റൊരു കാര്യം TPM ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം മൊഡ്യൂൾ. അപ്പോൾ അത് നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടോ, അല്ലെങ്കിൽ അത് എനേബിൾഡ് ആണോ ഡിസേബിൾഡ് ആണോ, നമ്മുടെ വിൻഡോസ്, നമ്മുടെ PC, നമ്മുടെ മദർ ബോർഡ് അത് സപ്പോർട്ട് ചെയ്യുമോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നേരെ സെർച്ച് ബാറിൽ പോവുക, TPM.msc എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിലവിലൊരു വിൻഡോ ഓപ്പണായി വരും. ആ വിൻഡോയിൽ എന്താണോ കാണുന്നതെന്ന് നോക്കുക. TPM മാനേജ്മെൻറ്റ്. ഓക്കെ, ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്, കമ്പാറ്റബിലിറ്റി ഇപ്പോൾ കാനോട്ട് ബി ഫൗണ്ട്.
അപ്പോൾ ഇതെൻ്റെ മദർ ബോർഡിലുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് ലെറ്റർ ഇറ്റ് ഈസ് ടേൺഡ് ഓൺ ദ ബയോസ്. അത് ബയോസിൽ ഓൺ ചെയ്യുക എന്നാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു 1.2 TPM ഒക്കെ ഉണ്ടോ എന്നൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം Windows 11 വേണ്ടത് TPM 2.0 ആണ്. അപ്പോൾ 2.0 ആണോ എന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് നേരെ ഞാനിപ്പോൾ ബയോസിൽ പോയി. ബയോസിൽ ചെന്നപ്പോൾ ഇവിടെ കാണാം AMD CPU F TPM എന്ന് കാണാം. ഡിസേബിൾഡ് ആണ്. ലക്കിലി എനിക്കിങ്ങനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. സോ അത് എനേബിൾ ചെയ്തു. ഇത് മാത്രം പോരാ, നമുക്ക് മറ്റ് 2 ഓപ്ഷൻസ് കൂടെ ഇവിടെ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. CSM സപ്പോർട്ട്, അത് ഡിസേബിൾഡ് ആയിരിക്കണം. പിന്നെ സെക്യൂർ ബൂട്ട് ഫസ്റ്റ് ഇവിടെ ഡിസേബിൾ. നമ്മൾ എനേബിൾ ചെയ്യുന്ന അവസരത്തിൽ ഒരു മെസ്സേജ് വരും. എനിക്ക് ഇതിനെക്കുറിച്ച് അത്ര ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട്, കാരണം നമ്മൾ വീണ്ടും വിൻഡോസ് ഓൺ ചെയ്യുന്ന ഒരു അവസരത്തിൽ അല്ലെങ്കിൽ സിസ്റ്റം ഓൺ ചെയ്യുന്ന അവസരത്തിൽ വീണ്ടും ഈ ഒരു സാധനം ചോദിച്ചാൽ കൊടുക്കാനില്ല. അപ്പോൾ ഞാനിവിടെ നോർമലി കസ്റ്റം മാറ്റി സ്റ്റാൻഡേർഡ് ഇട്ടു. വീണ്ടും അത് ഡിസേബിൾഡ് മാറ്റി എനേബിൾഡ് ഇട്ടു. ഇപ്പോൾ അത് എനേബിൾഡായി. വേറെ പ്രത്യേകിച്ചും ചോദിച്ചില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ TPM ചിലപ്പോൾ കണക്ട് ചെയ്യേണ്ടി വരും സിസ്റ്റം ഓൺ ആവണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഇതുപോലെ നോക്കി ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നേരെ സേവ് ആൻഡ് എക്സിറ്റ് സെറ്റപ്പ് കൊടുക്കുന്നു. ബയോസ് സേവ് ആയി. വീണ്ടും സിസ്റ്റം ഓണായി വന്നു. വീണ്ടും ഞാൻ ഒന്നുകൂടെ ബയോസിൽ കയറി ഇത് കൺഫേം ചെയ്തു. ഇത് ചേഞ്ച് ആയോ ഇല്ലയോ എന്ന് അറിയണം. സോ CSM സപ്പോർട്ട് ഡിസേബിൾഡ് തന്നെയാണ്. പിന്നെ ഓക്കെ, ഡിസേബിൾഡ് ആണ്. പിന്നെ നമ്മുടെ സെക്യൂർ ബൂട്ട് എനേബിൾഡ് ആണ്. അപ്പോൾ സെക്യൂർ ബൂട്ടും CSM എനേബിൾ ആയിട്ടുണ്ട്. UEFI ബയോസ് മോഡിൽ മാത്രമേ Windows 11 വർക്ക് ആവത്തുള്ളൂ. ഞാനത് സേവ് ചെയ്യുന്നു. വീണ്ടും ഞാൻ TPM ചെക്ക് ചെയ്യുകയാണ്. സോ നിലവിൽ ഇപ്പോൾ എൻ്റെ TPM ഡിറ്റക്റ്റ് ആയി. TPM ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം മൊഡ്യൂൾ എൻ്റെ സിസ്റ്റത്തിലുണ്ട് എന്ന് വിൻഡോസിന് അത് ഡിറ്റക്റ്റ് ആവുകയും വിൻഡോസിന് മനസ്സിലാവുകയും ചെയ്തു. സോ എഗെയിൻ വീണ്ടും ഞാൻ സിസ്റ്റം ഇൻഫർമേഷനിലൊന്ന് പോയി നമ്മുടെ സെക്യൂർ ബൂട്ട് അവിടെ എനേബിൾഡ് ആണോ എന്ന് അറിയണം. ഇവിടെ ബയോസ് മോഡ് കാണാം. ഓക്കെ, SM ബയോസ് മോഡ് എന്നുള്ളത് ഇവിടെ സെക്യൂർ ബൂട്ട് ഉണ്ട്. സെക്യൂർ ബൂട്ട് സ്ട്രേറ്റ് ഓൺ ആണ്. പിന്നെ ബയോസ് മോഡ് UEFI ബയോസ് മോഡാണ്. ഇത് രണ്ടും പിന്നെ നമ്മൾ TPM ഉണ്ടെങ്കിൽ മാത്രമേ Windows 11 ഒരു സപ്പോർട്ട് നമ്മുടെ സിസ്റ്റത്തിൽ എങ്ങനെയെങ്കിലും സപ്പോർട്ട് ചെയ്യത്തുള്ളൂ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. വീണ്ടും അപ്ഡേറ്റ്സ് ഞാൻ ചെക്ക് ചെയ്തു. സോ നമ്മളിപ്പോൾ TPM എനേബിൾ ചെയ്തത് കൊണ്ട് ചിലപ്പോൾ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ് വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒരു സെക്യൂരിറ്റി ഇൻ്റലിജൻസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് ഡൗൺലോഡായി. ചെറിയ അപ്ഡേഷനാണ്. പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ആവുകയും ചെയ്തു. റീസ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് വിൻഡോസ് ഇൻസൈഡർ പ്രോഗ്രാമിൽ ഒന്ന് പോവാം. ഇവിടെ നേരത്തെ കാണിച്ചിരുന്ന ഇതിൽ ചെറിയൊരു വ്യത്യാസം വന്നു. നേരത്തെ എനിക്ക് ആ ഒരു റിലീസ് പ്രീവ്യൂ ചാനൽ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഇതൊന്നുകൂടി ഒന്ന് ഗെറ്റ് സ്റ്റാർട്ടർ അടിച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ Windows 11 പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള 1 GHz ആയി, 4 GB ആയി, സ്റ്റോറേജ് 64 GB ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അത് ചെക്ക് ചെയ്യണം. പിന്നെ UEFI സെക്യൂർ ബൂട്ട് ആയി. പിന്നെ ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം ആയി. പിന്നെ ഗ്രാഫിക്സ് കാർഡ് ഓൾറെഡി DirectX 12 ആണ്. ഡിസ്പ്ലേ ഉണ്ട്. നല്ല നെറ്റ് കണക്ഷൻ ഉണ്ട്. സ്റ്റോറേജ് ഉണ്ടായിരുന്നില്ല. ഞാൻ സ്റ്റോറേജ് കുറച്ച് ഫയൽസ് മാറ്റേണ്ടി വന്നു C ഡ്രൈവിൽ നിന്ന്. സോ ഇതൊരു ക്വിക്ക് വീഡിയോ ആണ്. പെട്ടെന്ന് ഞാൻ ഫാസ്റ്റ് അടിച്ച് വിടുകയാണ് ചെയ്തത്. കുറച്ച് ഫയൽസൊക്കെ കാര്യമായി തന്നെ മൂവ് ചെയ്യേണ്ടി വന്നു. കാരണം 64 GB മുകളിലെങ്കിലും ഒരു C പറയുന്നുണ്ട്. ഒക്കെ വീണ്ടും ഞാൻ ചെക്ക് ചെയ്തു. വിൻഡോസ് ഇൻസൈഡർ പ്രോഗ്രാമിൽ പോയി അക്കൗണ്ട് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. എൻ്റെ അക്കൗണ്ട് ഞാൻ സെലക്ട് ചെയ്യുന്നു. കൺഫേം ചെയ്യുന്നു. ഇവിടെ എനിക്കിവിടെ 3 എണ്ണം വന്നിട്ടുണ്ട്. അതിൽ ആദ്യം കാണുന്ന ദേവ് ചാനൽ, ഡെവലപ്മെൻറ്റ് ചാനൽ എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. പിന്നെ ബീറ്റ ചാനലുണ്ട്. സോ ദേവ് ചാനൽ ഞാൻ സെലക്ട് ചെയ്യുന്നു. കൺഫേം ചെയ്യുന്നു. ഒരു ലൈസൻസ് ഒക്കെ വരുന്നുണ്ട്. സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. സിസ്റ്റം നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുക. സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ ഇവിടെ അപ്ഡേറ്റ് ചെക്ക് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി Windows 11 ഇൻസൈഡർ പ്രിവ്യൂ ഇൻസ്റ്റാൾ ആവുന്നതായിട്ട്, ഡൗൺലോഡ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. സോ നമ്മൾ നേരത്തെ എനേബിൾ ചെയ്ത TPM-ഉം OS-ഉം എല്ലാം സെക്യൂർ ബൂട്ടും ഒക്കെ വർക്കായി എന്നാണ് ഇതിനർത്ഥം. അപ്പോൾ Windows 11 എൻ്റെ സിസ്റ്റത്തിൽ സപ്പോർട്ടായി എന്നെനിക്ക് മനസ്സിലാക്കാം. മിനിമം ഹാർഡ്വെയർ അവർ പറയുന്നില്ല എങ്കിൽ പോലും, അത് സപ്പോർട്ടല്ലാന്ന് എഴുതി കാണിച്ചെങ്കിൽ പോലും എനിക്ക് Windows 11 പ്രീവ്യൂ കിട്ടി. കുറച്ച് സമയമെടുത്ത് ഡൗൺലോഡ് ആവാനായിട്ട് 6 GB 7 GB അങ്ങോട്ട് ഫയൽ ഉണ്ടായിരുന്നു. എനിക്കൊരു ആദ്യമായിട്ടാണ് നെറ്റ്വർക്കിൽ എനിക്കൊരു 11 MB ഇത് ഡൗൺലോഡായി കിട്ടി. സോ ഫുള്ള് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. ഇനി റീസ്റ്റാർട്ടാണ്. സിസ്റ്റം നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. സിസ്റ്റമുള്ള റീസ്റ്റാർട്ടിലേക്ക് പോയി അപ്ഡേറ്റ്സ് എല്ലാം സ്റ്റാർട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം എല്ലാം നമ്മൾ Windows 11 അപ്ഡേറ്റ്സ് ഇവിടെ സ്റ്റാർട്ടായി. പഴയ കാണുന്ന രീതിയിലുള്ളതല്ല. ഫോണ്ടിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. മൊത്തത്തിൽ ഓണായി വന്നതിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ എൻ്റെ Windows 11 അപ്ഡേറ്റ് ആയി ഓണായി വന്നു. സോ Windows 10 എഴുതി കാണിക്കുന്ന പോലെ തന്നെ ഒരു ഹായ് വന്നു. ഓൾമോസ്റ്റ് ദെയർ.
വിൻഡോസ് 11 ഈസ് ഓൺ. അപ്പോൾ നമ്മൾ വിൻഡോസ് 10 വിൻഡോസ് 11ലേക്ക് അപ്ഡേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നോർമലി ഒരു വിൻഡോസ് 11 ഓപ്പൺ ആയി കഴിയുമ്പോൾ കാണുന്ന വിൻഡോ. ഡെസ്ക്ടോപ്പ് താഴെ കാണാം, ടാസ്ക് ബാർ വന്ന ചേഞ്ചസ് കാണാൻ പറ്റും, നമ്മുടെ വിൻഡോസ് ഐക്കൺ മാറിയത്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ കുറച്ച് സെറ്റിങ്സ് ചുമ്മാ ചെക്ക് ചെയ്ത് നോക്കി, ചുമ്മാ വരുന്ന നമ്മുടെ റിയൽ ടെക് ഒന്ന് ഓപ്പണൊക്കെ ചെയ്ത് നോക്കി. പിന്നെ അതുപോലെ തന്നെ സെറ്റിങ്സിൽ വീണ്ടും ഇവിടെ എൻ്റെ മദർ ബോർഡിൻ്റെ പേരിവിടെ കാണിക്കുന്നുണ്ട്. വിൻഡോസ് അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ ചുമ്മാ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കി, എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയില്ല. സോ അതിനുവേണ്ടി വിൻഡോസ് അപ്ഡേറ്റിൽ പോയിട്ട് വീണ്ടും ഒന്ന് അപ്ഡേറ്റ്സ് ചെക്ക് ചെയ്ത് നോക്കി. വൈഫൈയുടെ ഓൺ ചെയ്യുന്നൊക്കെ ആണെങ്കിലും ചെറിയ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. നിലവിൽ വീണ്ടും എനിക്ക് എഴുതി കാണിക്കുന്നുണ്ട് യുവർ PC ഡസ് നോട്ട് മീറ്റ് മിനിമം ഹാർഡ്വെയർ റിക്വയർമെൻറ്റ് കാണിക്കുന്നുണ്ട്. ചൂസ് യുവർ ഇൻസൈഡർ സെറ്റിങ്സ് ഒക്കെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് അത് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം. പിന്നെ നമുക്കുള്ള അപ്ഡേറ്റ്സ് ഒക്കെ സ്റ്റോപ്പ് ഗെറ്റിംഗ് പ്രീവ്യൂബിൾസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കത് അതിൽ നിന്ന് നമ്മൾ എൻറോൾ ചെയ്തതിൽ നിന്ന് തിരിച്ച് അൺഎൻറോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഡ്രൈവർ എല്ലാം ഇൻസ്റ്റാൾഡ് ആണോ എന്ന് അറിയേണ്ടതായിട്ടുണ്ട്. സോ ഞാൻ നേരെ അതിന് മുന്നേ നമ്മുടെ സെക്യൂർ ബൂട്ട് ബയോസ് ബോർഡും സെക്യൂർ ബൂട്ട് സ്റ്റേറ്റും ഒന്ന് ചെക്ക് ചെയ്യണം. ബയോസ് മോഡ് UEFI ആണ്, സെക്യൂർ ബൂട്ട് സ്റ്റേറ്റ് ഓൺ ആണ്. സോ TPM അവൈലബിൾ ആണ്. അപ്പോൾ അത് രണ്ടും കഴിഞ്ഞു. ഇനി ഈ ഡ്രൈവേഴ്സ് എല്ലാം ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. സോ ഞാൻ ഡിവൈസ് മാനേജറിലൊന്ന് പോയി വീണ്ടും എൻ്റെ ഡിസ്പ്ലേ ഡ്രൈവറും മറ്റേ ഡ്രൈവറൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് അപ്ഡേറ്റ് കൊടുത്ത് നോക്കി. എല്ലാം ഓൾറെഡി അപ്ഡേറ്റഡ് ആണ്, പ്രത്യേകിച്ച് ന്യൂ ആയിട്ടൊന്നും തന്നെ കാണിക്കുന്നില്ല. ഞാൻ വീണ്ടും അപ്ഡേറ്റ്സിലേക്ക് വന്നപ്പോൾ ഒരു അപ്ഡേറ്റ്സ് വന്നു. ഡിസ്പ്ലേയുടെ അഡ്വാൻസ്ഡ് മൈക്രോ ഡിവൈസ് AMDയുടെ ഒരു അപ്ഡേറ്റ് വന്നു. അപ്ഡേറ്റ് ഞാൻ കൊടുത്തതിന് ശേഷം ഡൗൺലോഡിംഗ് ആണ്. അത് കഴിയുമ്പോൾ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. .NET ഫ്രെയിംവർക്ക് കൂടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. സോ കംപ്ലീറ്റ്ലി ഫ്രഷ് ആയിട്ടുള്ളൊരു വിൻഡോസ് 11 എല്ലാ അപ്ഡേഷനും കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ഒരു വിൻഡോസ് 11 ആണ്. ഞാൻ തീമൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലുള്ള നമ്മുടെ പഴയ ആപ്സ് എല്ലാം തന്നെ അവിടെയുണ്ട്, ഒന്നും തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ദിസ് PC നമ്മുടെ പ്രോപ്പർട്ടീസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര്, മദർ ബോർഡ്, ഇൻസ്റ്റാളർ, RAM, പ്രോസസ്സർ എല്ലാം അവിടെ കാണാൻ സാധിക്കും. സോ ഓൾഡ് നമ്മുടെ വിൻഡോസ് 10 എന്തായിരുന്നു അതെല്ലാം തന്നെ വിൻഡോസ് 11ലേക്കും നമ്മൾ കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് അത് തന്നെ തിരിച്ച് കിട്ടി. സോ ഇത് നോർമലായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ചെക്ക് ചെയ്ത് നോക്കി, എല്ലാം പഴയ പോലെ തന്നെയുണ്ട്, വ്യത്യാസങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് വിൻഡോസ് 11 നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത്. വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് എനിക്ക് ഏകദേശം ഒരു 2-3 മണിക്കൂറൊക്കെ ഇരിക്കേണ്ടി വന്നു. കാരണം ഓരോ പ്രശ്നങ്ങൾ കഴിയുമ്പോൾ അടുത്ത പ്രശ്നം ഇങ്ങനെ വരും. സോ അതിൻ്റെ എല്ലാം കൂടെ ഒരു വീഡിയോ ആണ് ഈ ഒരു 10 മിനിറ്റ് 15 മിനിറ്റുള്ള ഈ ഒരു വീഡിയോ. അപ്പോൾ അത്രയും സമയം അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത്. കാരണം വിൻഡോസ് 11 നമുക്ക് നോർമലി ഒരു സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല. സാധാരണ ഒരു iOS ഇമേജ് ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുത്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്ന കാര്യമേ അല്ല നിലവിൽ. കാരണം മൈക്രോസോഫ്റ്റ് ഒഫീഷ്യലായിട്ടൊന്നും ഇറക്കിയിട്ടില്ല, അപ്ഡേഷൻ തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. വിൻഡോസ് ഇൻസൈഡർ പ്രോഗ്രാമിൽ രജിസ്ട്രേഷൻ നടത്തിയെങ്കിൽ മാത്രമേ, അതിൽ ലോഗിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു വിൻഡോസ് 11 അപ്ഡേഷൻ കിട്ടത്തുള്ളൂ. എന്നാലും തീരുന്നില്ല, നമ്മുടെ മദർ ബോർഡ് അതിന് കമ്പാറ്റബിൾ ആയിരിക്കണം, അനുയോജ്യമായിരിക്കണം. പിന്നെ ബാക്കി വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയൊരു ഫ്രഷ്നെസ് ആണ് ഫീൽ ചെയ്യുന്നത്. നമ്മൾ ഇത്ര നാളും കണ്ടുവന്നിട്ടുള്ള ആ ഒരു ഫീലല്ല. നല്ല യൂസർ ഇന്റർഫേസും കൂടാതെ തന്നെ ഒരു മാക്കുമായിട്ടൊക്കെ ഒരു കുറച്ച് സാമ്യം തോന്നിക്കുന്ന രീതിയിലുള്ള ഐക്കൺസ്, അല്ലെങ്കിൽ ആ ടാസ്ക് ബാറിൽ ഐക്കൺസ് കൊണ്ടുവന്നിരിക്കുന്നത്. വിൻഡോസ് 11 ഗെയിമിംഗ് ആണെങ്കിലും ഇപ്പം ഞാൻ എഡിറ്റിംഗ് ആണെങ്കിലും നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് എനിക്ക് വിൻഡോസ് 10 കിട്ടാത്ത ഒരു സ്പീഡ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഫ്രഷ് ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടായിരിക്കാം. വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ട്സ് വരുവാണെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കണ്ട. കമൻസ് ആയിട്ട് ചോദിക്കാം, നേരിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കാം, ഫേസ്ബുക്കിൽ ചോദിക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബി സേഫ്.